ആക്ഷൻ. അഞ്ജു, ടിവിയുടെ റിമോട്ട് എന്തേ? ആ, ഇത് നീ ഇത് വായിച്ചു കഴിഞ്ഞെങ്കിൽ ഇതെടുത്ത് നിനക്ക് റൂമിലെ കബോർഡിൽ വെച്ചൂടെ? അത് ഞാൻ വായിച്ചു കഴിഞ്ഞില്ലായിരുന്നു. സർക്കാർ ഗവർണർ പോര് സമാനതകളില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നതിനിടെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഗവർണർ വിരുന്നിൽ വിളിച്ചത്. മറ്റന്നാളായിരുന്നു പരിപാടി. പുതിയ കീഴ്വഴക്കം വഴി ഗവർണർ ശ്രമിച്ചത് ഉയരത്തിൽ ഞാനൊരു സ്വപ്നം ഡിസൈൻ ചെയ്യുകയാണ്. അത് തന്നെ ബേസ് ചെയ്താണ്. ദാറ്റ് മീൻസ് തന്റെ കൂടെയാണ് ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടെ പൊയറ്റിക് ആയിട്ട് വൈകിട്ട് എന്താ പരിപാടി? ഈ മുഖം ഞാനിപ്പോ ഇറങ്ങും. ഐ ലവ് യു നന്ദ. നീ ആ പ്രസന്റേഷൻ ഒന്ന് ഫൈനൽ ടച്ച് ചെയ്ത് വെച്ചേക്കണേ. വളരെ നിസ്സാരമായ ഓൺ ദ വേല ഞാനിപ്പോ ഉള്ളേ. ജീവിതത്തോട് മുഴുവൻ എനിക്കുള്ളത് ഈ ഫാസ്റ്റ് അപ്രോച്ചാണ്. അതാണ് എന്റെ കുഴപ്പം. ഒറ്റയടിക്ക് ഒരു നോ പറയുന്നു. Please think about it. അതെ, വൈകുന്നേരം 2 മീറ്റിംഗ് കൊണ്ടാണ് താമസിച്ചേ വരത്തുള്ളേ. മുഴുവൻ കാൽക്കീഴിൽ നിർത്തുന്ന ഈ ഹൈറ്റിൽ വെച്ച് ഞാൻ കുതിച്ചു. പോസിറ്റീവായ ഒരു ഫലം. ഓക്കെ. അയ്യോ, ലഞ്ച്. മോർണിംഗ്. ചേച്ചി, ഗുഡ് മോർണിംഗ്. എങ്ങോട്ടാടാ? അറുന്നൂറിലേക്കാ. അവിടെ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. ശരി. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. നിങ്ങളുടെ പ്രസന്റേഷനും വർക്കും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ബട്ട് ഈ പെർഫെക്ഷൻ ഞാൻ സൈറ്റിൽ കാണുന്നില്ലല്ലോ. ഇന്നേക്ക് 7th ഡേ ഹാൻഡ് ഓവർ ആണ്. രാജീവ്, ഡു യു ഹാവ് എനി സ്പെസിഫിക് റീസൺ? ഞാൻ പണ്ടും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് പണിയെടുക്കാനല്ല ഞാൻ നിങ്ങൾക്ക് ചോദിച്ച സാലറി എന്ന് ജോലിക്ക് വെച്ചിരിക്കുന്നത്. അത് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൈ ക്യാബിൻ ഈസ് ഓൾവേസ് ഓപ്പൺ ടു ഹെൽപ്പ് യു. സർ, എവറിത്തിങ് വാസ് അക്കോർഡിംഗ് ടു അവർ പ്ലാൻ സർ. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഡിലേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഹോളിഡേയ്സ് മൂലം ഉണ്ടായതാണ് സർ. ഇപ്പം സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾഡാണ് സർ. ട്രസ്റ്റ് മീ സർ, വിത്തിൻ 7 days മൈ ടീം വിൽ സക്സസ്ഫുള്ളി ഹാൻഡ് ഓവർ ദിസ് പ്രോജക്ട്. സർ, Sunday is also holiday, sir. Sorry. അപ്പോ ശരി, കാണാം. മീറ്റിംഗ് ഡിസ്പസ്ഡ്. ഓക്കെ Okay. സർ, താങ്ക് യു. നിങ്ങൾ രണ്ടുപേരുമേ അടുത്ത സൈറ്റിലേക്ക് പോകും. ഓക്കെ Okay, sir. നീ ഇരിക്കേ. ഇയാളിത് കുളമാണ്. നീ ഇരിക്കേ. എന്ത് പറ്റിയതാ? അതല്ല സർ,
എനിക്ക് വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് നേരത്തെ പോകണമായിരുന്നു. നേരത്തെ പോകണം, നേരത്തെ പോകണം. ആ ചെല്ല്, ബോസുണ്ട്, ചെല്ല്, ചെന്ന് ചോദിക്കേ. സാറല്ല സാറേ എൻ്റെ ബോസ്. ശരി ശരി, ചെല്ല് ചെല്ല്. മോളെ ഈ 4 മണി എന്നുള്ള ഒരു 10 മണിയാക്കാൻ പറ്റൂടി? ആ ഹലോ. ഹലോ, രാജീവ്, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. ആ ഞാൻ മീറ്റിംഗിലായിരുന്നു. എന്താ വിളിച്ചേ? ലഞ്ച് കഴിച്ചോ? അതിന് ലഞ്ച് നീ തന്നു വിട്ടില്ലല്ലോ. ഞാൻ ലഞ്ച് ബോക്സുമായി വന്നപ്പോഴേക്കും രാജീവ് പോയിരുന്നു. രാജീവ്, വൈകുന്നേരം വരെ ലേറ്റ് ആവോ? സാധാരണ എത്തുന്ന സമയത്ത് എത്താൻ നോക്കാം. എന്തോ പറ്റി? നേരത്തെ വന്നതെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോകാമായിരുന്നു. കുറേ ആയില്ലോ ഒരു ഔട്ടിംഗ് ഒക്കെ പോയിട്ട്. ഞാനിവിടെ കുറെ തിരക്കാണ്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. തനിയേ ഏകാന്തമായി ഈ ജീവിതം. ഇതാണോ മുടി കട്ട് ചെയ്തത്? ഹായ് സ്വാതി. ഹായ്. ഹലോ. അഞ്ജലി, സുഖാണോ? എന്താ ഇവിടെ ഒരു ചർച്ച? വൈകിട്ടത്തെ പ്രോഗ്രാം തന്നെ. എന്താ അഞ്ജലിയുടെ പ്ലാൻ? പ്രത്യേകിച്ചിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. രാജീവേട്ടൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഞങ്ങളും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. സുധി ചേട്ടന്റെ സർപ്രൈസ് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ന്യൂ ഇയറിന് നമ്മളവിടെ ഹയാത്തിൽ കൊണ്ടുപോയിട്ടാ സർപ്രൈസ് ആണത്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം കാണുമായിരിക്കും. എനിക്ക് ഔട്ടിംഗ് ഒന്നും പ്ലാൻ ഇല്ല. ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. പിന്നെ എനിക്ക് ഒരു മൊബൈൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. വീട്ടിൽ തന്നെ ആണല്ലേ. നവംബറിൽ ചിൽഡ്രൻസ് ഡേയും ആഘോഷിക്കാം. ഹായ് അജ്മൽ. ഹായ്. ഇത് അജ്മൽ, 608 പുതിയ താമസക്കാരനാ. ഇത് നമ്മുടെ അയൽവാസികളാട്ടോ, അഞ്ജലി, സ്വാതി, രാധിക. ഹായ്. ഹായ്. നെക്സ്റ്റ് ഡേ ക്ലയന്റ് മീറ്റിംഗിന് താൻ ഒറ്റയ്ക്ക് പോയാൽ മതി കേട്ടോ. നാളത്തെ ഷെഡ്യൂളും കൂടി നീമേൽ ചെയ്ത് കൊടുത്തേക്കണേ. അയച്ചുതരാം സാർ. സൈറ്റിൽ കോൺടാക്ട് ചെയ്തിട്ട് പെൻഡിങ് കിടക്കുന്ന NCR സെല്ലെന്ന് ക്ലോസ് ചെയ്യാൻ ആ എഞ്ചിനീയറുടെ അടുത്ത് പറയണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ. അവർ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്ത് അയക്കാന്നാ പറയുന്നത് സാർ. പിന്നെ താൻ ഈ വർക്കേഴ്സിനോടൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല സാർ. സാർ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തിരുന്നു. അവർ പിന്നെ പോയിന്റ് ചെയ്തപ്പം വിട്ടുപോയി. പിന്നെ ഞാൻ ജൂനിയർ ആയിരുന്ന സമയത്ത് സാറായിരുന്നല്ലോ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരി, ബൈ. ബൈ. അജ്മലും എന്റെ ബ്രദറും കോളേജ് മേറ്റ്സ് ആയിരുന്നു. അവിടുത്തെ ഒരു വലിയ ബിസിനസ്മാന്റെ മോളെയാ അവൻ കല്യാണം കഴിച്ചത്. കോർണിഷിൽ ഒരു വലിയ ഫ്ലാറ്റിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ മാസം അവന്റെ ജോലി നഷ്ടമായി. അതുകൊണ്ടാ അവരിങ്ങോട്ടേക്ക് മാറിയത്. സന്തോഷേട്ടന് ജോലി കിട്ടിയപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ ജോലി പോയിട്ട് വന്നിരിക്കുക. ഡാർലിംഗ്, എന്താ പണി? എന്താ പണിയെന്നോ? പണി തന്നെയല്ലേ. രാവിലെ പറഞ്ഞ സാധനങ്ങൾക്ക് വന്നില്ലേ? എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. ചായ വേണോ? ചായ എടു. എന്താ ഈ ഇന്റർവ്യൂ? ഇന്റർവ്യൂക്ക് വെക്കായിരുന്നു. അവരെ വിളിക്കാന്ന് പറഞ്ഞു. പക്ഷേ കമ്പനി മൊത്തത്തിൽ ലോക്കൽ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. എനിക്കങ്ങോട്ട് ഫിറ്റ് ആണെന്ന് തോന്നില്ല. അജുവിന് പിന്നെ എവിടെയും സെറ്റ് ആവില്ലല്ലോ. അതല്ലടോ, കഴിഞ്ഞ തവണ പോയ കമ്പനി പെർഫെക്റ്റ് ആയിരുന്നു. അവിടുത്തെ അറ്റ്മോസ്ഫിയർ, സാലറി, കൺസിസ്റ്റൻസി എല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്നു. പിന്നെ അവരും വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് വിളിക്കുന്നില്ലല്ലോ. കൊറേ ദിവസം ആയില്ലേ. അതിനിപ്പോ എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? ഞാൻ ചെയ്യണതൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി ആരും വിളിച്ചോളൂ. എന്നിട്ട് ഒന്നും ആവുന്നില്ലല്ലോ. ചായ. അജുനെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞല്ല. എത്രയാന്ന് കരുതിയാ നമ്മളിങ്ങനെ. എന്താണ് ബിസ്മി നിന്റെ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? നമ്മൾ ഇവിടേക്ക് മാറിയിട്ട് 2 ദിവസമായി. ഇതൊന്നും അടുക്കി പെറുക്കി തീരുന്നുമില്ല. എനിക്കിവിടെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു അജു. നീയൊന്ന് ക്ഷമിക്ക്. ഞാൻ പറഞ്ഞ ജോബ് ശരിയാണെങ്കിൽ നമുക്ക് ബെറ്റർ ഫ്ലാറ്റിലേക്ക് മാറാലോ. അപ്പൊ പിന്നെ വീണ്ടും ഷിഫ്റ്റിങ്ങോ? എനിക്കിത് തന്നെയായിരിക്കും പണി.
ഇത് നോക്കജു, ഇന്നിപ്പോ വാലന്റൈൻസ് ഡേ ആണ്. നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നേ? അറേഞ്ച് ചെയ്യലും ക്ലീനിങ്ങോ? അതാ അജു ഞാൻ മുമ്പ് പറഞ്ഞത്. നമുക്ക് മേയർ ഓഫിന്റെ വർക്കിംഗ് പാർട്ണറാകാം. വേറെ ആരും അല്ലല്ലോ, എന്റെ ബ്രദർ അല്ലേ. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാഷ് ഞാൻ ഒപ്പിച്ചുതരാം. അതാകുമ്പോ നമുക്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്യാലോ. ഒന്ന് നിർത്തന്റെ ബിസ്മി. നമ്മൾ മുമ്പ് സംസാരിച്ചാണ് ഈ മാറ്റർ. എന്റെ 8 കൊല്ലം ഉണ്ടാക്കി കരിയർ അവിടെ കൊണ്ട് തീർക്കാനാണെന്ന് ഇപ്പൊ പറയണേ. അജു, ഇവിടെ ചെയ്യുന്ന ബിസിനസ് ഡെവലപ്മെന്റ് തന്നെ ചെയ്താൽ മതി. ഇവിടെ ക്യാഷ് ഞാൻ സെറ്റാക്കി നിന്റെ തരാം. കയ്യിൽ ക്യാഷ് ഉണ്ടെ നീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വർക്കിംഗ് പാർട്ണർ ആയിക്കോ. നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുള്ള ഈ മാറ്റർ, എന്റെ കരിയർ സെറ്റായിട്ട് മാത്രമേ നമ്മൾ ഈ ഫാമിലി ബിസിനസ്സിൽ എൻ്റർ ആകുന്നുള്ളൂ. നിങ്ങൾക്ക് ഈഗോയാണ്. ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈലെങ്കിലും ഉണ്ടാവുന്ന ചിന്തിച്ചൂടെ? നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല, നീ അങ്ങോട്ട് പോയിക്കോ. എന്റെ ജോലി സെറ്റായിട്ട് മാത്രമേ ഞാൻ അങ്ങോട്ടുള്ളൂ. നീ എന്താന്ന് വെച്ചാ ചെയ്യും. Hi, am I speaking to Mr. Ajmal? Yes, sir. Here. Well, regarding your interview, good time to talk? Yes, sir. Yes, sir. Go ahead. Go ahead. Congratulations. Were you expecting the call? I was waiting for this call. Are you excited? Yes, ma'am. I'm so excited, sir. Okay, can you come on Monday? Yes, sir. Yes, sir. Sure. I'll come on Monday. Alright, come at sharp 9 and bring along your documents. Sure, sure. I'll bring up my all documents, ma'am. Okay, please come to the second floor and see you on Monday. Thank you. Thank you. Thank you. Thank you so much, ma'am. See you on Monday. Yes. രാവിലെ ഞാൻ കണ്ടിരുന്നു, പക്ഷെ അസംതന്റെ മൂഡ് ശരിയില്ലായിരുന്നു. അതപ്പോഴത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതെ, ഇപ്പോഴത്തെ പെർഫോമൻസ് എന്താ കാര്യം? ഒരു ജോബ് കൺഫർമേഷന്റെ കോളായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു, അത് സക്സസ് ആയി. അതെന്റെ പെർഫോമൻസ് ഇപ്പൊ കണ്ടത്. കൊള്ളാലോ, കൺഗ്രാറ്റ്സ്. എവിടെയാ? ഇവിടെ ദുബായിൽ തന്നെ. മൺഡേ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒരുപാട് പ്രതീക്ഷ അറ്റൻഡ് ചെയ്യാൻ ഇന്റർവ്യൂ ആയിരുന്നു, അത് ശരിയായി. ഈ മൺഡേ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. കൊള്ളാം. അപ്പൊ എന്റെ താമസമൊക്കെ മാറേണ്ടി വരുമല്ലോ? ഇല്ല, അതിനെ കുറിച്ച് ഞാനിപ്പോ പെട്ടെന്ന് ചിന്തിച്ചില്ല. കാരണം ഞാനിവിടെ ഓക്കെ ആണ്. പക്ഷെ ബിസ്മിയുടെ കാര്യത്തിലാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ജോലി കിട്ടിയ കാര്യം പറഞ്ഞോ? ഞാൻ നേരത്തെ ഷൗട്ട് ചെയ്ത് ഇറങ്ങി വന്നത്. ഇനി പോയി പറയണം ജോലി കിട്ടിയ കാര്യം. അപ്പൊ ശരിയായിക്കൊള്ളൂന്നേ. നമുക്കൊന്ന് നടക്കാം. വാലന്റൈൻസ് ഡേ ആയിട്ടാണ് എന്താണ് പരിപാടി? ബൈ ദ വേ, ഹൗ ഈസ് യുവർ വൈഫ്? ഷീ ഈസ് ഫൈൻ സർ. പിന്നെ വാലന്റൈൻസ് ഡേ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതെന്താടോ, പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് ഈ ദിവസം ആഘോഷിക്കുന്നില്ലേ? പ്രേമിച്ച് നടക്കുന്ന പോലെ അല്ലല്ലോ സർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ. ആണോ? തന്റെ വൈഫിന് ഇത് അഭിപ്രായമാണോ? അറിയില്ല. ഒന്നാമതായി താൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആ പ്രശ്നങ്ങളും അവിടെ വെച്ചിട്ട് വേണം താൻ പുറത്തിറങ്ങാൻ, കേട്ടോ? അത് ക്ലീശ പരിപാടികളൊന്നും താല്പര്യമില്ലാണ്ടായി സർ. രാജീവ്, തന്റെ താല്പര്യം പോലെ സ്നേഹിക്കാനല്ല അവൾ തന്റെ കൂടെ ഇറങ്ങി വന്നത്. അവൾക്ക് വേണ്ട പോലെ അവളെ സ്നേഹിക്കാനാണ്. ഞാനിത് എപ്പോഴും പറയാറുണ്ടല്ലോ വർക്കിന്റെ കാര്യത്തിൽ. താൻ അത് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കൂന്നേ. താൻ ലൈഫിലെ ഇതുപോലെ ഒന്ന് റിവേഴ്സ് ഗിയർ ഇട്ട് പോയിട്ടെ, ഒന്ന് ഫോർവേഡ് ഗിയർ ഇട്ട് തിരിച്ചു പോവാ. തട്ടാതെയും മുട്ടാതെയും മുന്നോട്ട് പോകാം. ടേക്ക് കെയർ.
നെഞ്ചിൽ ഞാൻ ചേർത്തിടാ ഇനിയൊന്നാകാം. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. അജ്മൽ, വലിയ വലിയ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നേടിക്കൊടുക്കുന്നതിലാണ് ഭാര്യമാർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഈ വാലന്റൈൻസ് ഡേക്ക് ഒരുപാടൊന്നും പൈസ ചെലവാക്കുന്നതിലല്ല കാര്യം. ഇൻസ്റ്റഗ്രാമിൽ എത്ര ലൈക്ക് കിട്ടിയതുമല്ല, നമ്മുടെ പങ്കാളിയോടുള്ള സ്നേഹമുണ്ടല്ലോ, അത് പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് നോയിങ് അവർ പാർട്ട്ണർ. ഫാൻസി ഡിന്നറുകൾക്കോ വില കൂടിയ സമ്മാനങ്ങൾക്കോ അല്ല, ഇത് രണ്ട് ആളുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അവർ എത്രമാത്രം പരസ്പരം സ്നേഹിക്കുന്നുവോ അതിനുള്ള അവസരം കൂടിയാണ് ഈ ദിവസം. യഥാർത്ഥത്തിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നത്തെ ആളുകൾക്ക് അറിയുമോ എന്നറിയില്ല. നിറങ്ങളും ആഘോഷങ്ങളും ഇല്ലാതെ നമുക്കിത് ആഘോഷിക്കാൻ പറ്റുമോ നോക്കാം. സുമേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഹോപ്പ് സംഡേ വി ക്യാൻ ഗെറ്റ് ബാക്ക് ഇൻടു സിംപ്ലർ ആൻഡ് മീനിങ്ഫുൾ സെലിബ്രേഷൻസ്. So here it is. Happy Valentine's Day, my love. ഉയിരേ ഒന്നാണു നാം, ആ സുന്ദരം അരികെ തീരങ്ങളിൽ തിരയാ വരാ മഴയാ കൈനീളുമീ വാർമേ